പ്രിയമുള്ള സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖ്. വിശ്വാസികളിൽ ഒരു വിഭാഗം ഇഷ്ടമില്ലാത്തവരായിരിക്കെ തന്നെ നിന്റെ വീട്ടിൽ നിന്ന് ന്യായമായ കാര്യത്തിന് നിന്റെ രക്ഷിതാവ് നിന്നെ പുറത്തിറക്കിയതുപോലെ തന്നെയാണിത്. വിശ്വാസികൾ ഒരു ഭാഗത്തിന് ഇഷ്ടമില്ല. ബദർ പോകുമ്പോൾ ചില വിശ്വാസികൾക്ക് ഇഷ്ടമില്ല. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു. ബദർ പങ്കെടുത്ത എല്ലാവരും മുസ്ലിങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ യഥാർത്ഥമായി ഇസ്ലാം അവരുടെ മനസ്സിൽ രൂഢമൂലമായിട്ടില്ല. അവർക്ക് യുദ്ധം ഇഷ്ടമില്ലായിരുന്നു. മറിച്ച് ഖുറൈശികളുടെ കച്ചവട സംഘത്തെ പ്രവാചകൻ ഒന്നെങ്കിൽ ഖുറൈശികളുടെ കച്ചവട സംഘത്തുമായി ഏറ്റുമുട്ടണം, അല്ലെങ്കിൽ യുദ്ധത്തിലെ ഖുറൈശികളുടെ പടയാളികളുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം ഇതിൽ മഹാഭൂരിപക്ഷം ഇഷ്ടപ്പെട്ടത് കച്ചവട സംഘവുമായിട്ട് ഏറ്റുമുട്ടണം, എങ്കിൽ ആ കച്ചവട വസ്തുക്കൾ നമുക്ക് സ്വന്തമാക്കല്ലോ. അതുമാത്രമല്ല, കച്ചവട സംഘവുമായി ഏറ്റുമുട്ടുമ്പോൾ അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാവില്ല. അപ്പം നമുക്ക് അവരെ എളുപ്പം കീഴ്പ്പെടുത്താം. മറ്റൊരു വരുന്ന പടയാളികളാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങളും അമ്പും വില്ലും ഉണ്ടാവും. ആക്രമണം നേരിടേണ്ടി വരും. മറ്റോ കിട്ടാനും ഉണ്ടാവില്ല. ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ അവരുടെ അമ്പും വില്ലും പിന്നെ കടാരിയും കത്തിയും പരിചയും അതുപോലത്തെ അവരുടെ കുതിരകളും, ഇനി അല്ലെങ്കിൽ അവരുടെ കഴുത്തിലിട്ട് വരുന്ന സ്വർണ്ണമാലകൾ മാത്രമേ കിട്ടുള്ളൂ. അതെല്ലാവരും ഇട്ട് വരികയുമില്ല. അപ്പോൾ വളരെ കുറച്ച് കിട്ടുള്ളൂ. പക്ഷേ കച്ചവട സംഘത്തിൻ്റെ നല്ലവണ്ണം അവരുടെ കയ്യിലുള്ള പണം അവർ കച്ചവടം ചെയ്ത് മടങ്ങി വരികയാണ്. സിറിയ തുടങ്ങിയ ഭാഗങ്ങളിൽ, സിറിയ തുടങ്ങിയ ഭാഗങ്ങളിൽ പോയി കച്ചവടം ചെയ്ത് മടങ്ങി വരികയാണ്. നല്ല പൂത്ത പൈസ അവരുടെ കയ്യിലുണ്ടാവും. അപ്പം ഇവരെ ആക്രമിക്കാൻ എളുപ്പവുമാണ്. അപ്പോൾ കച്ചവട സംഘവുമായിട്ട് ഏറ്റുമുട്ടണമെന്നാണ് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും ആഗ്രഹിച്ചത്. വിശ്വാസം ദൂരമില്ല ആളുകൾ. പക്ഷെ അതേസമയം കടുത്ത വിശ്വാസികൾ അവർ എന്തായാലും വേണ്ടില്ല, നമ്മൾ അള്ളാഹുവിൻ്റേതാണല്ലോ, നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണല്ലോ, ഇനി മരിച്ചാൽ തന്നെ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഒരു ന്യൂനപക്ഷം കൂട്ടം നല്ല ധൈര്യത്തോടു കൂടി ഉറച്ചു നിൽക്കുകയും അങ്ങനെ അവർക്ക് ബദർ യുദ്ധത്തിൽ പടയാളികളുമായിട്ട് തന്നെ ഏറ്റുമുട്ടേണ്ടി വരികയും വിജയിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ സഹായത്തെ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ആ സംഭവമാണ് ഇവിടെ പറഞ്ഞത്. വിശ്വാസികൾ ഒരു ഭാഗം ഇഷ്ടമില്ലാത്തവരായിരിക്കെ തന്നെ നിന്റെ വീട്ടിൽ നിന്ന് ന്യായമായ കാര്യത്തിൽ നിന്ന് നിന്റെ രക്ഷിതാവ് നിന്നെ പുറത്തിറക്കിയത് പോലെ തന്നെയാണ്. അപ്പം അള്ളാഹു ഇവരെ വിശ്വാസികളെ പുറത്തിറക്കി കൊണ്ടുപോയില്ലേ, യുദ്ധത്തിന് വേണ്ടി പുറത്ത്. പക്ഷെ അത് വിജയിക്കുകയും ചെയ്തു. അതേസമയം ഉഹുദ് യുദ്ധത്തിൽ ചെറിയൊരു പരാജയം നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഒടുക്കം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടൊക്കെ കാരണം എന്താണ്? സ്വാർത്ഥ താല്പര്യം, ഭൂമിയോട് ഒട്ടാൻ നോക്കി. ഭൂമിയെ ഇഷ്ടപ്പെട്ടു. അള്ളാഹുവിനേക്കാളും പ്രവാചകനേക്കാളും കൂടുതൽ ഭൂമിയെ സ്നേഹിച്ചു. ഭൂമിയും അതിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളിൽ മോഹിച്ചപ്പോഴാണ് ഇവർക്ക് പരാജയം നേരിടേണ്ടി വന്നത്. യുദ്ധത്തിലെ പരാജയം എന്താണ്? അവർക്ക് അഹങ്കാരം വർദ്ധിച്ചു. കണ്ടമാനം പടയാളികൾ ഉണ്ടായിരുന്നു. ശത്രുക്കളെക്കാൾ കൂടുതൽ പടയാളികൾ മുസ്ലിങ്ങളുടെ ഭാഗത്തുണ്ട്. അതിൽ അഹങ്കരിച്ചു. പിന്നെ അനുസരണക്കേടും കാണിച്ചു. ഒരു മലയിടുക്കിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ഇവരത് കേട്ടില്ല. യുദ്ധത്തിന് താൽക്കാലികമായി വിജയിച്ചപ്പോൾ തന്നെ ഇവരെന്ത് ഓടി വന്ന് യുദ്ധം മുതൽ ശേഖരിക്കാൻ തുടങ്ങി. അപ്പോൾ തിരിച്ച് രണ്ടാമതും വന്നു. ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം വന്നിട്ട് ഇവരെ നാലുപാടും ചുറ്റും വളഞ്ഞ് ആക്രമിച്ചു. ഇവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിപ്പോയി. പ്രവാചകൻ ഒരു കുഴിയിലേക്ക് വീണുപോയി. ആ കുഴിയിൽ വീണത് ഒരു നല്ല കാര്യം കൂടിയാണ്. അല്ലെങ്കിൽ പ്രവാചകൻ വധിക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കാതെ വധിക്കാൻ കഴിയില്ല. പ്രവാചകൻ ആ സമയത്ത് വധിക്കുകയാണെങ്കിൽ ഈ ഖുറാനൊക്കെ കളവായി പോകാനല്ല. അതിനുശേഷം ഒരുപാട് സംഭവങ്ങളും ഒക്കെ ഖുറാനിൽ വന്നിട്ടുണ്ട്. അതൊന്നും നിറവേറില്ലായിരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഖദറിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും ആ കുഴിയിൽ വീണു നല്ല കാര്യത്തിനായിരുന്നു, അല്ലെങ്കിൽ ആപത്ത് സംഭവിക്കുമായിരുന്നു. ഉടനടി പ്രവാചകന്റെ ഉറ്റ അനുയായികൾ പ്രവാചകന് ചുറ്റും സംരക്ഷണ വലയം തീർത്തു. ഇതിലും രോഷം കൊണ്ടിട്ട് എന്ത് ചെയ്തു? സത്യനിഷേധികൾ കള്ളം പറഞ്ഞുണ്ടാക്കി. നമ്മളെ നിരീശ്വരവാദികൾ പോലെ
നമ്മുടെ ജബ്ബാറൊക്കെ പെരുങ്കള്ളം പറഞ്ഞിട്ടില്ലേ, എന്താണ് ഈ ബിലാൽ റളിയല്ലാഹു തൂറി വെച്ചു, വിഗ്രഹങ്ങളിൽ തൂറി വെച്ചു എന്നൊക്കെ പെരുങ്കള്ളം പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ കളവും ഉളുപ്പുമില്ലാണ്ട് സ്റ്റേജിൽ കയറി ഇങ്ങനത്തെയൊക്കെ ഇവരെ കേടുകൾ വിളിച്ചു പറയുന്നത് ആ കൂട്ടർ ആ പ്രയോഗം അന്നും പ്രയോഗിച്ചു. എന്താണ്, പ്രവാചകൻ മരണപ്പെട്ടു പോയി എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം കുറേ സത്യവിശ്വാസികൾ എന്ത് ചെയ്തു, ആകെ നിരാശരായി. വേറൊരു കൂട്ടർ എന്ത് വിചാരിച്ചു, പ്രവാചകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ജീവിച്ചിട്ട് എന്താ കാര്യം, ഇനി അങ്ങോട്ട് പോരാടി മരിക്കാൻ ഇവരുടെ ശക്തി മുഴുവൻ എടുത്ത് ശത്രു സൈന്യത്തിന് ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഓടി കീറി ഇങ്ങോട്ട് കണ്ടോരങ്ങോട്ട് വെട്ടി കൊല്ലാൻ തുടങ്ങി. അതോടുകൂടി ശത്രു സൈന്യം പേടിച്ചോടി. അങ്ങനെ തിരിച്ചു വന്നവർ പ്രവാചകൻ മരണപ്പെട്ടു എന്ന ദുഃഖത്തിൽ ഇങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് പ്രവാചകന് ഒന്നും സംഭവിച്ചിട്ടില്ല, മുൻപിൽ മാത്രമേ പൊട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്. അപ്പം അത്ര ഉണ്ടായിട്ടുള്ളൂ. പറഞ്ഞു വരുന്നത് അള്ളാഹു ഉദ്ദേശിച്ച് നടക്കും, ആ ഉദ്ദേശിച്ച കാര്യത്തിന് വേണ്ടി അള്ളാഹു നിങ്ങളെ വഴി നടത്തും എന്നാണ് ഇവിടെ പറയുന്നത്. ന്യായമായ കാര്യത്തിൽ അത് വ്യക്തമായതിനു ശേഷം അവർ എന്നോട് തർക്കിക്കുകയായിരുന്നു. അവർ നോക്കിക്കൊണ്ടിരിക്കെ മരണത്തിലേക്ക് അവർ നയിക്കപ്പെടുന്നത് പോലെ. അപ്പോൾ ഈ രണ്ടാലൊരു സംഘത്തെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇവർക്ക് എന്ത് വേണം, കച്ചവട സംഘം കിട്ടണം. അപ്പം അതിനു വേണ്ടി തർക്കിച്ചു പ്രവാചകനോട്. അപ്പോൾ എന്നിട്ട് അവർ പ്രവാചകൻ ബദറിലേക്ക് അവരെ ക്ഷണിച്ചപ്പോൾ മരണത്തിലേക്ക് നോക്കുന്നത് പോലെ അവർക്ക് തോന്നി. മനസ്സിലായി, മരണത്തിലേക്ക് നയിക്കപ്പെടുന്നത് മാതിരി അവർക്ക് തോന്നി. ചില സത്യവിശ്വാസികളുടെ കാര്യങ്ങൾ നിസ്കരിക്കാനൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെയാണ്, ആകെ ഭീതിതരമായി നോക്കും അവർ. പിന്നെ പണ്ടൊരു കോമഡി സീരിയൽ ഉണ്ടായിരുന്നു, വരനെ വിൽക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പിന്നെ ഒരു ബ്രോക്കറെ കഥയൊക്കെ പറഞ്ഞു. ബ്രോക്കർ കലിമ ചെല്ലണം, അതാക്കണം, ആ മുസ്ലിങ്ങളെ വിവാഹം കഴിക്കണേ കലിമ ചെല്ലണം എന്നൊക്കെ പറഞ്ഞതാക്കും. അപ്പോൾ എനിക്കൊന്ന് കലിമ ചൊല്ലിക്കൊണ്ടാന്ന്. അപ്പോൾ ഇയാൾക്ക് വലിയ ഒന്നും അറിയില്ല, ഈ തൊള്ളക്രൂസ് മാത്രമേ ഉള്ളൂ. എനിക്ക് വല്ല തൂറാൻ മുട്ടുണ്ട് ഒറ്റ പോക്കും വരും. അപ്പോൾ അതാണ് ഇവർക്ക് വലിയ നിസ്കാരം എന്നൊക്കെ പറയുന്ന ഇവർക്ക് കൊല്ലുന്ന മതി. ചില ആൾക്കാർക്ക് നിസ്കരിക്കാൻ വിളിക്കുമ്പോൾ അപ്പോൾ മുഖം വാടുന്ന കാണാം. നോമ്പ് നോൽക്കുക അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ അപ്പം വരെ മുഖം വാടും. അപ്പോൾ അവർക്ക് പിന്നെ ഇതൊക്കെ വലിയ സംഭവമാണ്. അവർക്ക് തങ്ങളുടെ സമ്പത്തിൽ നിന്ന് ചെറിയ തുക പാവപ്പെട്ടവർ കൊടുക്കുക എന്ന് പറയുമ്പോൾ കൊല്ലുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് മക്കയിലത്തെ അക്കാലത്തുള്ള ചില മുസ്ലിങ്ങൾ ന്യൂനപക്ഷ മുനാഫിക്കുകൾ എന്നും പറയാം. അവർക്കും പ്രവാചക യുദ്ധത്തിന് ക്ഷണിച്ചപ്പോൾ അവർക്ക് അതൊരു വലിയൊരു പ്രയാസമായി തോന്നി. മരണത്തിലേക്ക് നോക്കുന്ന മാതിരി അവർക്ക് തോന്നി. പിന്നെ പറയാം, 2 സംഘങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അധീനമാകുമെന്ന് അള്ളാഹു ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്ന സന്ദർഭം ഓർക്കുക. ആയുധബലമില്ലാത്ത സംഘം നിങ്ങൾക്ക് അധീനമാകണമെന്നായിരുന്നു ഞങ്ങൾ കുറിച്ചിരുന്നത്. അള്ളാഹു ആകട്ടെ തൻ്റെ കൽപ്പനകൾ മുഖേന സത്യം പുലർത്തി കാണിക്കുവാനും സത്യശരികളുടെ മുരടും മുറിച്ചു കളയുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം 2ാമത്തെ സംഘത്തെ നിങ്ങൾക്ക് കിട്ടും. ഒന്നെങ്കിൽ സംഘത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരും, അല്ലേ, അധീനമാകുന്നതാണ്. 2ാമത്തെ സംഘം നിങ്ങൾക്ക് അധീനമാകുന്നെങ്കിൽ കച്ചവട സംഘം കിട്ടും, അല്ലെങ്കിൽ പിന്നെ സൈനിക സംഘം കിട്ടും. പക്ഷെ ഇവർക്ക് ഇഷ്ടം എന്തായിരുന്നു, കച്ചവട സംഘം കിട്ടണമെന്നാണ്. പക്ഷെ ഒടുക്കം കിട്ടിയത് എന്താണ്, ഇവർക്ക് പടയാളികളുമായി നേരിടേണ്ടി വന്നു. പക്ഷെ അതായാലും വലിയ വിജയമാണ് കിട്ടിയത്. മനസ്സിലായി, കച്ചവട സംഘവുമായിട്ട് ഇവർ യുദ്ധം ചെയ്തിട്ട് കച്ചവട വസ്തുക്കൾ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ കുറേശ്ശികൾ അത് പറഞ്ഞുണ്ടാക്കും, മുഹമ്മദും കൂട്ടരും ഞങ്ങളെ കച്ചവട വസ്തുക്കൾ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞ് അങ്ങനെ അത് വലിയ പ്രയാസം സൃഷ്ടിക്കുമായിരുന്നു പ്രവാചകന്. പക്ഷെ ബദർ കൂടിയാണ് ഇസ്ലാം എന്തെന്ന് ലോകം അറിയാൻ തുടങ്ങിയത്. മനസ്സിലായി, ഇപ്പം ഈയുള്ള ഫ്ലാറ്റ് എർത്തിനെ പറ്റി വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അത്യാവശ്യം പറയുന്നുണ്ട്. പക്ഷേ അത് സ്റ്റേജ് പരിപാടിയിലേക്ക് പറഞ്ഞാൽ ജനങ്ങൾ അറിയാൻ തുടങ്ങുള്ളൂ. അപ്പം അതിലേക്ക് എത്തിയിട്ടില്ല. ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട്, പക്ഷേ അത് സ്റ്റേജിലൊന്നും പറയാൻ മാത്രമുള്ളൊരു ധൈര്യവുമില്ല. പിന്നെ നമുക്കത് വലിയ പ്രായോഗികവുമല്ല. അതിനൊക്കെ ചില കാര്യങ്ങൾ പഠനവുമെ പറ്റി പറയുമ്പോൾ നമ്മളെ കയ്യിൽ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോകളും ലിങ്കുകളും ഒക്കെ ഉണ്ടായിട്ട് കൂടി മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതൊന്നുമില്ലാതെ സ്റ്റേജ് പരിപാടിയിലൊന്നും കാണിക്കാൻ കഴിയില്ലല്ലോ. കാണിക്കാൻ തന്നെ മറ്റേതിൽ എന്താണ് പ്രൊജക്ടർ വെച്ച് കാണിക്കാം. അത് പകൽ സമയത്ത് പ്രൊജക്ടർ വലിയ ക്ലിയർ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല.
അല്ലെങ്കിൽ വലിയ LED TV ഒക്കെ വെച്ചിട്ട് കാണിച്ചു കൊടുക്കണം. പക്ഷെ അതൊന്നും വലിയ പ്രായോഗികമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് വേണ്ട, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാനാണ് വിളിച്ചിട്ടുള്ളത്. ഇപ്പം ഇന്നലെയും ഒരുത്തൻ വിളിച്ചു, ഞാൻ തമാശക്ക് വിളിച്ചാണ്, എന്നാലും ഞാൻ പറഞ്ഞു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരൂ, നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിക്കാം, സ്റ്റേജ് പരിപാടിയിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞു വരുന്നത്. ഒടുക്കം ഇത് ജനങ്ങൾ ഇപ്പം ഇങ്ങനെ പഴയതിനെ പറ്റിയുള്ള കാര്യം ജനങ്ങൾ അറിയുന്നില്ല. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അറിയും. അത് അറിയുന്നത് ഏതോടുകൂടിയായിരിക്കും സ്റ്റേജ് പരിപാടി കൂടി ലോകം അറിയാൻ തുടങ്ങും. പക്ഷെ അതുപോലെ തന്നെയാണ് ബദറുദ്ധം. അതിനു മുമ്പ് ഇസ്ലാം ഒരു ചെറിയ സംഘം, ഒരു കൂട്ടം, ഒരാളെ പിന്നാലെ കൂടുന്നൊരു കൂട്ടമായിരുന്നു ഇസ്ലാം. പക്ഷേ ഈ ബദറുദ്ധത്തിന് ശേഷം ഇസ്ലാം ഒരു വലിയൊരു പ്രസ്ഥാനമായിട്ട് ഉയരുകയുണ്ടായത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ദീനെ ലോകം മുഴുവൻ വിജയിപ്പിച്ച് കാണുന്ന നല്ലൊരു ലോകം വരുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ വെണ്ണിക്കൊടി പാറിക്കുന്ന ആ നല്ലൊരു നാൾ വരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.